എല്ലാ മൃഗങ്ങളും ഉൾപ്പെടെ 1 രൂപയ്ക്ക് 1020 ഏക്കർ പാട്ടത്തിന് കൊടുത്തു. മൃഗമായ ഞങ്ങളും ഞങ്ങളുടെ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരായിരിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അസംബന്ധം ചീഫ് ജസ്റ്റിസിന് പോലും ഈ രാജ്യത്ത് ബഹുമാനമില്ല. പിന്നെ ഞങ്ങൾ എവിടേക്കാണ് സമീപിക്കുക? വന്യമൃഗങ്ങളെയും പക്ഷികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുന്നതിനും അനധികൃത വന്യജീവി കച്ചവടം നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയ മൃഗസംരക്ഷണ നിയമം ഗവൺമെന്റ് ഉണ്ടാക്കി. മൃഗങ്ങളെ വിഡ്ഢികളാക്കിയ പ്രസ്തുത നിയമം 1 രൂപയ്ക്ക് 3-ാം കക്ഷിക്ക് കൈമാറാൻ സർക്കാരിന് ധൈര്യമുണ്ട്. ഒരു അഭിഭാഷകനോ ജഡ്ജിമാരോ അസോസിയേഷനോ മൃഗസ്നേഹികളോ മുന്നോട്ട് വന്ന് നമ്മുടെ മാനം സംരക്ഷിക്കാൻ തയ്യാറല്ല. സിനിമാ നടൻ സൽമാൻ ഖാൻ മാനിനെ കൊന്നത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ നാം എല്ലാവരും സ്വന്തം നാട്ടിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുന്നത് നിയമവിരുദ്ധമല്ല. മനുഷ്യർ സ്വാർത്ഥരും സാഡിസ്റ്റുകളുമാണ്. അവരൊരിക്കലും നിയമം പാലിക്കാതിരിക്കാൻ മാത്രമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമം 1972 ചവറ്റുകുട്ടയിൽ ഇടുക. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഒളിത്താവളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ആട്, പശു, നായ, എരുമ എന്നിവയുൾപ്പെടെയുള്ള മനുഷ്യന്റെ വളർത്തുമൃഗങ്ങളെ ഭക്ഷിക്കും. മനുഷ്യർ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ മനുഷ്യരെയും ആക്രമിക്കും. തുടർന്ന് ഞങ്ങൾ മനുഷ്യരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. Would you like some tea, sir? Thank you. It smells wonderful.